നമസ്കാരം, മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തിങ്കളാഴ്ച ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിൽ ചേർപ്പ് മേഖലയിൽ വ്യാപക നാശനഷ്ടം. ഊരകം കൊറ്റക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. NSS 2008 പെരുമ്പള്ളിശ്ശേരി കരയോഗ വാർഷികവും പൊതുയോഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേശൻ ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച പ്രശസ്ത കവിയും സാഹിത്യകാരനുമായിരുന്ന പ്രൊഫസർ കെ ഹിരണ്യന്റെ വീട്ടിലെത്തി മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ബന്ധുക്കളെ സന്ദർശിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തിങ്കളാഴ്ച ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിൽ ചേർപ്പ് മേഖലയിൽ വ്യാപക നാശം. ചേർപ്പ് വല്ലച്ചിറ പഞ്ചായത്തുകളിലായി 20-ലധികം സ്ഥലത്ത് മരം വീണു. പലയിടത്തും വൻ മരങ്ങളും കൊമ്പുകളും വീണ് വൈദ്യുതി കമ്പികൾ തകർന്നു. ആർക്കും പരിക്കില്ല. വല്ലച്ചിറയിലാണ് വ്യാപക നാശം. ചേർപ്പ് സീനൻ സ്കൂൾ, പെരുവനം, ഊരകം, ചൊവ്വൂർ, ചേർപ്പ് എന്നിവിടങ്ങളിൽ മരം വീണു. സീനൻ ബോയ്സ് സ്കൂളിൽ മുറ്റത്ത് മരക്കൊമ്പ് വീണു. മഴയും കാറ്റും മൂലം കുട്ടികൾ ക്ലാസ്സിൽ നിന്നും പുറത്തിറങ്ങാത്തത് മൂലം അപകടമൊഴിവായി. പെരുവനം തൊടുകുളം റോഡിൽ വലിയ ഞാവൽ മരം കടപുഴകി വീണു. മതിലും ഗേറ്റും വൈദ്യുതി കമ്പികളും തകർന്നു. ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. പെരുവനം തായങ്കുളങ്ങര റോഡിൽ മാവ് വീണ കമ്പികൾ വീണു. ചൊവ്വൂർ സംസ്കാര നഗറിൽ പ്ലാവ് കടപുഴകി വീണു. ഊരകം ഹെൽത്ത് സെന്ററിന് സമീപം നവജീവൻ റോഡ്, വല്ലച്ചിറ, ഇളങ്കുന്ന്, ചേർപ്പ്, കോനിക്കര വളവ് എന്നീ ഭാഗങ്ങളിലും മരം വീണു. ഊരകം കൊറ്റക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി രക്ഷാധികാരി രവി വിളങ്ങോട്ട് പറമ്പിൽ, പ്രസിഡന്റ് അരുൺ, സെക്രട്ടറി വിമൽ, രാംദാസ്, ജയേഷ്, ബിനീഷ് പുന്നോക്കിൽ എന്നിവർ നേതൃത്വം നൽകി. NSS 2008 പെരുമ്പള്ളിശ്ശേരി കരയോഗ വാർഷിക പൊതുയോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സുരേശൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VK ജയപ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി. പുതിയ ഭാരവാഹികളായി VK ജയപ്രകാശൻ, M രാമചന്ദ്രൻ, P രാഘവൻ നായർ, സന്തോഷ് എടയാപ്പുറത്ത്, K രാധാകൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രേമ പൽപ്പിനി, A ശങ്കരനാരായണൻ, E സുരേഷ് കുമാർ, അശോകൻ P, സുബിൻ കുമാർ K നായർ, ബാലകൃഷ്ണൻ നായർ എന്നിവരെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായും തെരഞ്ഞെടുത്തു. അനന്തകൃഷ്ണൻ, കരയോഗം സെക്രട്ടറി M രാമചന്ദ്രൻ, K ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അന്തരിച്ച പ്രശസ്ത കവിയും സാഹിത്യകാരനുമായിരുന്ന പ്രൊഫസർ കെ ഹിരണ്യന്റെ വീട്ടിലെത്തി മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ബന്ധുക്കളെ സന്ദർശിച്ചു. ഹിരന്റെ ജന്മഗൃഹമായ അമ്മാടം പറപ്പക്കടവ് കടവത്ത് ഉള്ളന്നൂർ മനയിലെത്തിയ മന്ത്രി ഹിരന്റെ സഹോദരങ്ങളെയും ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സദീപ് ജോസഫ് തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ജൂലൈ 17-നായിരുന്നു ഹിരന്റെ വേർപാട്. കടലാശ്ശേരി NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ എൻഡോമെന്റ് വിതരണം നടന്നു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സുരേശൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ വരുൺ നാരായണൻ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. പ്രശസ്ത ശാസ്താംപാട്ട് കലാകാരൻ സേതുമാധവൻ മാറമ്പത്തിനെ താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം സന്തോഷ് ആദരിച്ചു. കരയോഗം പ്രസിഡന്റ് C മുരാരി അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി K ശിവദാസ്, M നാരായണൻ, P ഗോവിന്ദൻകുട്ടി, ബിന്ദു വിജയൻ, ഉഷ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ ഗുരുപൂർണിമ ദിനം ആഘോഷിച്ചു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയും
കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടറുമായ MV വിനോദ് അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവാ സംഘം തൃശൂർ ജില്ലാ വിഭാഗ് സംഘാലക് KG അച്യുതൻ മാസ്റ്റർ ഗുരുസ്ഥാനം അലങ്കരിച്ച് ഗുരുപൂജ സന്ദേശം നൽകി. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, മാനേജർ C രാകേഷ്, വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, വിദ്യാലയ സമിതി പ്രസിഡന്റ് TC തിലകൻ എന്നിവർ സംസാരിച്ചു. കരുവന്നൂർ പുത്തൻതോട് വീട്ടിൽ കയറി ഗുണ്ട ആക്രമണം. പിഞ്ചു കുഞ്ഞിനടക്കം പരിക്കേറ്റു. ഇരിങ്ങാലക്കുട കരുവന്നൂർ പുത്തൻതോട് ഷാപ്പിനു സമീപമാണ് വീട്ടിൽ കയറി വടിവാൾ വീശി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണം നടത്തിയത്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന കുട്ടാട്ടിൽ വീട്ടിൽ സൗമേഷ് എന്നയാളുടെ വീട്ടിലാണ് പ്രദേശത്തെ തന്നെ നിരവധി കേസുകളിൽ പ്രതിയായ അനൂപ് എന്നു പേരുള്ള അക്കുടു എന്ന് അറിയപ്പെടുന്ന യുവാവ് ആക്രമണം നടത്തിയത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം. ലഹരിയിൽ വടിവാളുമായി വീട്ടിലെത്തിയ ഇയാൾ സൗമേഷിനെയും ഭാര്യ അഞ്ജനയെയും അമ്മ ഓമനയെയും മകൾ 6 വയസ്സുകാരി പ്രാർത്ഥനയെയും ആക്രമിക്കുകയായിരുന്നു. ഇന്നാൾ ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ട് ഓരോ വീട്ടിൽ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കല്, വീട്ടിൽ കയറി ഓരോ സാധനങ്ങൾ തല്ലി നടക്കല് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്ന് വന്നിട്ട് എൻ്റെ തലയിൽ തെറ്റ് അടിച്ചു പൊട്ടിച്ചു, അമ്മയുടെ തലയിലടിച്ചു, ക്രാവിൻ്റെ കൈമതേ കോറിയിട്ടുണ്ട്. എല്ലാം കുറേ നാളെ ഇതായിട്ട് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. ഇതിനൊരു ഇത് വേണം. വീട്ടിലെ പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയുകയും ചെയ്തു. പരിക്കേറ്റ ഇവർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇരിങ്ങാലക്കുട പോലീസും സ്ഥലത്തെത്തി പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുൻപും നിരവധി തവണ ഇയാളിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പോലീസിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും വീട്ടുകാർ പറയുന്നു. സംഭവം നടക്കുന്നതിന് സമീപത്താണ് മാസങ്ങൾക്ക് മുൻപ് ഗുണ്ടാ സംഘങ്ങൾ ചേടിതിരിഞ്ഞ് നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് കുത്തേൽക്കുകയും ചെയ്തത്. പ്രദേശത്ത് ഗുണ്ട ലഹരി മാഫിയയുടെ ശല്യം അധികരിച്ചു വരികയാണെന്നും പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പട്ടികജാതി വികസന വകുപ്പ് അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിച്ച താന്യം ഗ്രാമപഞ്ചായത്ത് ബാപ്പുജി നഗറിലെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ബാപ്പുജി നഗറിലെ 16 വീടുകളുടെ പുനരുദ്ധാരണം, 250 മീറ്റർ റോഡ് വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്ത പുനർനിർമ്മാണം, ഇലക്ട്രിക്കൽ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കൽ, കാനകളുടെ നിർമ്മാണം, കിണറുകളുടെ പുനരുദ്ധാരണം, സംരക്ഷണ ഭിത്തി നിർമ്മാണം എന്നിവയാണ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായി VN സുർജിത്ത്, ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മായ TB, സീന അനിൽകുമാർ, K രാമചന്ദ്രൻ, സീനത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷറഫ്, അംഗങ്ങളായ രഹന പ്രീജു, സിജോ പുലിക്കോട്ടിൽ, ഷീജ സദാനന്ദൻ, ആൻഡോ തുറയൻ, ശ്രീകല സന്തോഷ്, സനിത സജൻ, സതി ജയേന്ദ്രൻ, ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ ദിജി MT എന്നിവർ പങ്കെടുത്തു. നാട്ടിക നിയോജക മണ്ഡലത്തിൽ 3 വർഷത്തിനിടെ 5 പട്ടികജാതി സങ്കേതങ്ങൾ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി MLA പറഞ്ഞു. തൃശൂർ പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊന്നു. നടത്തറ ഐക്യനഗർ സ്വദേശി 48 വയസ്സുള്ള സതീഷാണ് കൊല്ലപ്പെട്ടത്. 3 അംഗ സംഘമാണ് സതീഷിനെ കൊലപ്പെടുത്തിയത്. 3 പ്രതികളും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രി 11:30ഓടെയാണ് സംഭവം. പൂച്ചട്ടി ഗ്രൗണ്ടിന് സമീപം റോഡിലാണ് സതീഷ് വെട്ടേറ്റ് കിടന്നിരുന്നത്. അപകടമാണെന്ന് കരുതി നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലെത്തിച്ചു. തുടർന്നാണ് വെട്ടേറ്റതാണെന്ന് തിരിച്ചറിഞ്ഞത്. പ്രതികളും സതീഷും സുഹൃത്തുക്കളാണ്. കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ച് നടന്ന ബർത്ത്ഡേ പാർട്ടിക്കിടെ തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു കൊലപാതകം. മലങ്കര വോഗീസ്, ഗുണ്ടാ നേതാവ് ചാപ്ലി ബിജു എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട സതീഷ്. തൃശൂർ ചാലക്കുടി റെയിൽവേ പാലത്തിൽ നിന്നും 4 പേർ പുഴയിലേക്ക് ചാടി. പാലത്തിലൂടെ ട്രെയിൻ വരുന്നതിനിടയിലായിരുന്നു സംഭവം. ഇതിലൊരാളെ ട്രെയിൻ തട്ടിയതായും ലോക്കോ പൈലറ്റ്. ചാലക്കുടി പുഴയിൽ തിരച്ചിൽ ഊർജിതമാക്കി പോലീസും ഫയർഫോഴ്സും. ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. പാലത്തിലൂടെ ചെന്നൈ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിൻ വരുന്നതിനിടെ 4 പേർ പുഴയിലേക്ക് എടുത്തു ചാടിയെന്നാണ് ലോക്കോ പൈലറ്റ് നൽകുന്ന വിവരം. ഇതിൽ ഒരാൾ ട്രെയിൻ തട്ടി പുഴയിലേക്ക് വീഴുകയും മറ്റു 3 പേർ എടുത്തു ചാടുകയുമായിരുന്നുവെന്നാണ് ലോക്കോ പൈലറ്റ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ചത്. ഇതനുസരിച്ച് റെയിൽവേ സ്റ്റേഷൻ അധികൃതർ ചാലക്കുടി പോലീസിന് വിവരം കൈമാറി. ഇതോടെ പോലീസും ഫയർഫോഴ്സും ചാലക്കുടി പുഴയിൽ തിരച്ചിൽ ആരംഭിച്ചു. തൃശൂർ പുതുക്കാട് സ്റ്റേഷനുകളിൽ നിന്നുള്ള 2 സ്കൂബ സംഘവും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. അർദ്ധരാത്രിയിൽ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റിൻ്റെ ഒരു അറിയിപ്പ് പോലീസിന് കിട്ടി. 4 ആളുകൾ
ഈ ട്രാക്കിൽ നിന്ന് പുഴയിലേക്ക് ചാടി എന്നുള്ള ഒരു അറിയിപ്പാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സും പോലീസും അടക്കമുള്ള ആളുകൾ ഇവിടെ തിരച്ചിൽ നടത്തുന്നത്. പോലീസിൻ്റെ കയ്യിൽ ഇതുവരെ മിസ്സിംഗ് കേസുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ആരാണെന്ന് ഉള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഈ ലോക്കോ പൈലറ്റിൻ്റെ ഒരു അറിയിപ്പ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അത് കൃത്യമാക്കുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വസ്തുതകൾ അന്വേഷിക്കുന്നതിനും കൃത്യമായി അത്തരത്തിലുള്ള അപകടം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനും വേണ്ടി പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും അതിൻ്റെ സ്കൂബ ടീമും ഇപ്പോൾ ഇന്നലെ തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്നും അതിൻ്റെ ഭാഗമായുള്ള തെരച്ചിൽ നടപടികൾ തുടരുകയാണ്. ഇത്തരത്തിലുള്ളൊരു മിസ്സിങ് പ്രദേശത്തെ കുറിച്ച് അങ്ങനെ പോലീസിൻ്റെ കയ്യിൽ വിവരങ്ങളൊന്നുമില്ല. മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ എന്തെങ്കിലും മിസ്സിങ് കേസുകളുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാലക്കുടി നഗരസഭാ ചെയർമാൻ, ചാലക്കുടി MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം നിലവിൽ ആരെയും കാണുവാനില്ല എന്ന പരാതി പോലീസിന് ലഭിച്ചിട്ടില്ല. തൃശൂർ കാഞ്ഞാണിയിൽ മിന്നൽ ചുഴലിയിൽ തെങ്ങിൻപട്ട വന്നടിച്ച് യാത്രക്കാരുമായി പോയിരുന്ന ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. ഡ്രൈവർക്ക് കാലിലും കൈയിലും പരിക്കേറ്റു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പെട്രോൾ പമ്പിന് സമീപത്തെ മരവും കാറ്റിൽപ്പെട്ടു വീണു. പ്രദേശത്ത് ഉച്ചയോടെ കനത്ത മഴയ്ക്കൊപ്പം വീശിയടിച്ച മിന്നൽ ചുഴലിയാണ് വില്ലനായത്. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടം അവസാനിക്കുന്ന ഭാഗത്ത് വെച്ച് തൃശൂരിൽ നിന്നും തൃപ്രയാറിലേക്ക് പോയിരുന്ന നിർമാല്യം എന്ന ബസിന്റെ മുൻഭാഗത്തെ ഗ്ലാസിൽ ശക്തമായി കാറ്റിൽപ്പെട്ട് പാതയോരത്ത് വളരെ ഉയരത്തിൽ നിന്ന തെങ്ങിൽ നിന്ന് പിഴുതെറിയപ്പെട്ട പോലെ തെങ്ങിൻ പട്ട വന്നടിക്കുകയായിരുന്നു. ഉഗ്രശബ്ദത്തോടെ ഗ്ലാസ് പൊട്ടിച്ചെതറി. ഡ്രൈവറുടെ സംയോജിതമായ ഇടപെടൽ മൂലം വാഹനം നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞു. ഡ്രൈവർ മണലൂർ സ്വദേശി പൂക്കാട്ട് വീട്ടിൽ 29 വയസ്സുള്ള രാഹുലിന് കൈയിനും കാലിനും പരിക്കേറ്റു. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളെ പ്രാഥമിക ശുശ്രൂഷ നൽകി വിട്ടയച്ചു. ബസ്സിലുള്ള മറ്റ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഇതിന് സമീപത്ത് തന്നെയുള്ള കാഞ്ഞാണിയിലെ പെട്രോൾ പമ്പിന് സമീപം നിന്നിരുന്ന മരവും ചുഴലിക്കാറ്റിൽ മറിഞ്ഞു വീണു. പമ്പിലെ ജീവനക്കാർ ചിലർ കാറ്റ് വീശുന്നതിന് തൊട്ട് മുൻപ് വരെ അതിനടിയിൽ നിന്നിരുന്നു. അവർ മരത്തിനടിയിൽ നിന്ന് നീങ്ങുന്നതിനൊപ്പമാണ് മരം നിലം പൊത്തിയത്. കാഞ്ഞാണിയിലും സമീപ പ്രദേശങ്ങളായ അരിമ്പൂരിലും മഴയ്ക്കൊപ്പം ശക്തമായ മിന്നൽ ചുഴലിക്കാറ്റാണ് വീശിയത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6770 രൂപ, പവന് 54,160 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തിങ്കളാഴ്ച ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിൽ ചേർപ്പ് മേഖലയിൽ വ്യാപക നാശനഷ്ടം. ഊരകം കൊറ്റക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. NSS 2008 പെരുമ്പള്ളിശ്ശേരി കരയോഗ വാർഷികവും പൊതുയോഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേശൻ ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച പ്രശസ്ത കവിയും സാഹിത്യകാരനുമായിരുന്ന പ്രൊഫസർ KK ഹിരണ്യന്റെ വീട്ടിലെത്തി മന്ത്രി പ്രൊഫസർ R ബിന്ദു ബന്ധുക്കളെ സന്ദർശിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.